ലോകം മുഴുവനും ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇറാനെക്കുറിച്ചാണല്ലോ. ഇറാനുമായി അമേരിക്ക ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുകയും പരസ്പരം പോരടിക്കുന്ന അവസ്ഥയും നാശനഷ്ടങ്ങളും മരണങ്ങളുമൊക്കെ ലോകം ഇന്ന് കാണുകയാണ്. യുദ്ധത്തിന് എപ്പോഴും രണ്ട് വശമുണ്ടല്ലോ. ചരിത്രമെന്നും വിജയിക്കുന്നവൻ്റെ ഭാഷയിൽ എഴുതി വയ്ക്കുമെങ്കിലും അതിനെപ്പോഴും രണ്ട് വശം തന്നെയുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനിയുടെ മരണത്തിനപ്പുറവും ലോകം പലതരത്തിൽ ചിന്തിക്കുന്നത് കാണാം. നിലവിലെ ഇറാൻ്റെ ഭരണകൂടം മാറിയാൽ ഇറാൻ ജനത മോചിപ്പിക്കപ്പെടുമെന്നും സുന്ദരമായ ഒരു ഇറാൻ സൃഷ്ടിക്കപ്പെടുമെന്നും ഇറാനിൽ സാമ്പത്തിക വികസനം ഉണ്ടാവുമെന്നും തുടങ്ങി പല രീതിയിലുള്ള വാർത്തകളും കാണാം. സത്യത്തിൽ ഇറാനിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം പുതുതായി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തായിരിക്കും മാറ്റമുണ്ടാവുക? പുറമേ നിന്നും സൈനിക പിന്തുണയിൽ ബലം ഉപയോഗിച്ച് നിലവിലെ ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ മാറ്റി പുതുതായി ഒന്ന് സൃഷ്ടിച്ചാലും ആ രാജ്യം സമാധാനത്തിലും വികസനത്തിലും മുന്നേറുമോ? സത്യത്തിൽ ഇറാനിലെ ജനത ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1950കൾക്കിപ്പുറം ഇറാനിൽ എപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1979 ഇറാൻ വിപ്ലവത്തിനിപ്പുറം മതാധിഷ്ഠിതമായ ഒരു ഭരണവ്യവസ്ഥയിലാണ് ഇറാൻ നിലനിന്നത്. കാലക്രമേണ പുതിയ ഭരണകൂടവും എതിർമേഖലകളെ അടിച്ചമർത്തുകയും പ്രതിഷേധ മേഖലകൾക്ക് നേരെ ക്രൂരതയും ഒക്കെ നടത്തപ്പെട്ടു. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്, സുപ്രീം ലീഡറിൻ്റെ അധികാര പദവി, തിരഞ്ഞെടുക്കപ്പെടാത്ത മതാധിഷ്ഠിത സ്ഥാപനങ്ങളുമൊക്കെ ചേർന്ന് ജനങ്ങളെ എല്ലാ രീതിയിലും നിയന്ത്രിക്കുകയുമുണ്ടായി. ഭരണമേഖലകളുടെ തെറ്റായ നയങ്ങളും അഴിമതിയും ലോകമേഖലകളുടെ ഉപരോധവും കാരണം രാജ്യം സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് കൂടി വീഴുകയുണ്ടായി. ലോകമേഖലകളിൽ എതിരാളികൾ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആയുധമേഖലയിൽ കൂടുതലായി രാജ്യം ശ്രദ്ധിക്കാനും തുടങ്ങി. ഇറാനിലെ ജനതയ്ക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരെ തടവിലിടുകയും പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. പല കാലങ്ങളിലായി പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ കൊണ്ടുവന്നിരുന്ന പരിഷ്കാരങ്ങൾ പോലും പരാജയപ്പെട്ടതോടുകൂടി ജനതയ്ക്ക് ഭരണ മികവിൽ മുന്നേറ്റമുണ്ടാവുമെന്ന വിശ്വാസം തന്നെ ഇല്ലാതാവുകയും ചെയ്തു. കഴിഞ്ഞ മാസം സാമ്പത്തിക ദുരവസ്ഥ രൂക്ഷമായതിനെ തുടർന്ന് ഇറാനിലെങ്ങും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയുണ്ടായല്ലോ. അതിനെയും ആ ഭരണകൂടം അടിച്ചമർത്തുകയുണ്ടായി. ഇനി വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പുറം ശക്തികളുടെ പിന്തുണയിൽ നിലവിലെ ഭരണകൂടം തകർന്നാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും? പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഈ മേഖലയിൽ ഇതിനു മുൻപും പല കുറി ഉണ്ടായിട്ടുണ്ടല്ലോ. നല്ലൊരു ഭാവി എന്ന വാചകത്തിൽ തന്നെയാണ് അവിടെയൊക്കെയും ഇടപെടലുകൾ ഉണ്ടായത്. സദ്ദാം ഹുസൈന് കീഴിൽ വികസിച്ചു തുടങ്ങിയിരുന്ന ഇറാഖിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കിയ ശേഷം മതവിഭജനവും ആഭ്യന്തര യുദ്ധവുമൊക്കെയായി ഇറാഖിലെ ജനജീവിതം കലുഷിതമായി. ഗദ്ദാഫിയുടെ വീഴ്ചയ്ക്ക് ശേഷം ലിബിയയിൽ സ്ഥിരമായ കലാപങ്ങളും അനിശ്ചിതത്വവും നിലനിൽക്കുന്നു. ജനാധിപത്യം എന്ന മുദ്രാവാക്യവുമായി മുന്നേറിയ സിറിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴിമാറി. അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം 20 വർഷം നീണ്ട യുദ്ധവും മറ്റുമൊക്കെയായി നിലകൊള്ളുകയും ഒടുവിൽ അവിടെ വീണ്ടും താലിബാൻ ഭരണം വരികയുമുണ്ടായി. ഈ മേഖലകളിലെല്ലാം തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യപ്പെടുകയും എന്നാൽ ഒടുവിൽ രാജ്യം കടുത്ത അരക്ഷിതാവസ്ഥയിലും ആഭ്യന്തര യുദ്ധങ്ങളിലും വിദേശ അധിനിവേശങ്ങൾക്കും ഇടപെടലുകൾക്കുമാണ് സാക്ഷ്യം വഹിച്ചത്. ഇതിനെല്ലാം ഉപരിയായി ശക്തമായ ഒരു ഭരണകൂടമില്ലാതെ ഓരോ മേഖലയിലും ഓരോ ശക്തരായ ഗ്രൂപ്പുകൾ എന്ന നിലയിലും പരസ്പര പോരാട്ടങ്ങൾ എന്ന നിലയിലും സാധാരണ ജനതയുടെ സമാധാനം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. സാമ്പത്തികമായ വികസനം എന്നത് പോയിട്ട് സമാധാനപരമായ ഒരു ജീവിതം പോലും അവിടെയുള്ള സ്വാഭാവിക ജനവിഭാഗങ്ങൾക്ക് ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ ഇറാനിയൻ ജനതയ്ക്കും അമേരിക്കയെയോ മറ്റ് ദേശങ്ങളെയോ വിശ്വസിക്കാൻ സാധ്യമല്ല എന്നതാണ് സത്യം. അവർ എല്ലാവരും നിലവിലെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ടല്ല അങ്ങനെ. പകരം ഇവരുടെയൊക്കെ പിന്തുണയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നതുകൊണ്ടാണത്. ചുരുക്കിയാൽ ഇറാനിലെ ജനതയ്ക്ക് നിലവിലെ ഇസ്ലാമിക് ഭരണകൂടം രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ തകർന്നിരിക്കുന്നു എന്നറിയാം. എന്നാൽ വിദേശ ശക്തികൾ നൽകുന്ന ബദൽ വഴികൾ വിമോചനമല്ല, പകരം സമ്പൂർണ്ണമായ തകർച്ചയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയക്കുന്നുണ്ട്. അതായത് മോശമാണെങ്കിലും ഒരു ഭരണകൂടം നിലനിൽക്കുന്നത് ആഭ്യന്തരമായെങ്കിലും ജനജീവിതം നല്ല രീതിയിൽ നടക്കുന്നതിന് സഹിക്കാവുന്നതാണ്. എന്നാൽ ഭരണകൂടമില്ലായ്മ എന്നത് സമ്പൂർണ്ണമായ നാശമാണ്. ഇറാനിലെ ജനത നിലവിൽ വലിയൊരു തടവറയിലാണെന്നും വേണമെങ്കിൽ പറയാം. യുദ്ധം തുടർന്നു പോയാൽ രാജ്യം സാമ്പത്തികമായി അങ്ങേയറ്റം തകരുമെന്നുറപ്പാണ്. ഇനി പുതിയൊരു ഭരണകൂടം വന്നാലും
സാധാരണ ജനജീവിതത്തിന് പിന്നീടുള്ള കുറേ നാളുകൾ അസ്ഥിരതയുടെയും പട്ടിണിയുടെയും ഒക്കെ കാലമായിരിക്കും. അതുപോലെ പുതിയ ഭരണകൂടത്തെ എതിർക്കുന്ന പല സായുധ സംഘങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇറാൻ എന്ന വലിയ രാജ്യത്തെ മേഖലകളാകെ അസ്ഥിരത നിറയുകയും ചെയ്യും. ചുരുക്കിയാൽ ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട കാലമാണ് അവർക്ക് മുന്നിലുള്ളത് എന്ന് തന്നെ പറയാം.